കൊച്ചി കാർണിവലിൽ ഇത്തവണ വൻ സുരക്ഷ ഒരുക്കി പോലീസ്. ഫോർട്ട് കൊച്ചി കൂടാതെ പള്ളുരുത്തി കാർണിവൽ, എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പുതുവത്സര ആഘോഷങ്ങളുണ്ടാകും. ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിച്ച ശേഷം 1 മണിവരെ കലാപരിപാടികൾ തുടരും. കത്തിക്കുന്ന ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് വിവിധ സെഗ്മെന്റുകളായി തിരിച്ചാകും ആളുകളെ കടത്തിവിടുക. ഓരോ സെഗ്മെന്റിലും നിയന്ത്രിത ആളുകളെ മാത്രമാകും കടത്തിവിടുക. പരിധിയിൽ കൂടുതൽ ആളുകൾക്ക് പ്രവേശനമുണ്ടാകില്ല. പരേഡ് ഗ്രൗണ്ട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി വിപുലമായ സൗകര്യങ്ങൾ സജ്ജമാക്കും. 1000ഓളം പോലീസുകാരെയും സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിക്കും. വനിതകളുടെ സുരക്ഷയ്ക്കായി മഫ്തിയിലും പോലീസ് ഉണ്ടാകും. 100-ലധികം CCTV ക്യാമറ, വാട്ടർ ആംബുലൻസ് ഉൾപ്പെടെ ആവശ്യമായ മെഡിക്കൽ സംഘം, ഫസ്റ്റ് എയ്ഡ് സംവിധാനം എന്നിവയും ഒരുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഇത് കരുതുന്നത്. 10 ACP-മാരുടെയും 25 CA-മാരുടെയും ഉണ്ടാകുന്നത്. ഒരു പലതവണ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, RDO മുതലായ ആളുകളുമായിട്ട് പലതവണ ഡിസ്കഷൻ നടത്തി ഒരു പഴുതുമില്ലാത്ത ഒരു ബന്ധവസ്ഥാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സുഖപ്രദമായിട്ട് ഏറ്റവും പ്രശ്നമില്ലാത്ത രീതിയിൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്രാവശ്യം ഞങ്ങൾ പോലീസ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 31 വൈകിട്ട് 4 വരെ മാത്രമേ വൈപ്പിനിൽ നിന്നും റോ ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. വൈകിട്ട് 7 വരെ വൈപ്പിനിൽ നിന്നും ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് പൊതുജനങ്ങളെ മാത്രം കടത്തിവിടും. വൈകിട്ട് 7-ന് ശേഷം റോ ജങ്കാർ സർവീസും ബോട്ട് സർവീസും ഫോർട്ട് കൊച്ചിയിലേക്കുണ്ടാകില്ല. അതേസമയം വൈപ്പിൻ ഭാഗത്തേക്ക് സർവീസ് ഉണ്ടാകും. രാത്രി 12-ന് ശേഷം സർവീസ് ഇരുഭാഗത്തേക്കുമുണ്ടാകും. കർശന സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നതെന്ന് മേയർ M. അനിൽകുമാറും പറഞ്ഞു. ഏതെങ്കിലും കാരണവശാൽ ജങ്കാറിലൂടെ നമുക്കൊരു മൂവ്മെന്റ് ആവശ്യമാണെങ്കിൽ അത് 2 ജങ്കാറും ആ സമയത്ത് റെഡിയായി ഉണ്ടാകുന്നുള്ളതാണ്. എല്ലാവർക്കും വരാനും എപ്പോഴും വരാനും ഇരിക്കാനും അവിടെ കണ്ടിന്യൂ ചെയ്യാനും ജങ്കാർ എല്ലാവർക്കും എല്ലാ സമയത്തും യൂസ് ചെയ്യാനും ഏത് വാഹനവും ഉപയോഗിക്കാം, ഏത് റോഡ് ഉപയോഗിക്കാം എന്നൊരു സന്ദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്രൗഡിനെ ഒരു കാരണവശാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമ്മുടെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ വരാൻ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ വരണം. അവർക്ക് ആദ്യം വരുന്ന ആളുകൾക്ക് അവിടെ ഇത് ആസ്വദിക്കാൻ കഴിയണം. തിരിച്ച് അവർ പോകുമ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കി സ്റ്റാമ്പേഡ് ഉണ്ടാക്കി പോകുന്നതിന് പകരം ഒരു സെൽഫായിട്ടുള്ള ഒരു റെഗുലേഷൻ, ഒരു ആത്മനിയന്ത്രണം പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.